നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനവകുപ്പിൻ്റെ ചുമതലയേറ്റ ശേഷം കേരള സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഏറെ ആകാംക്ഷയോടെയാണ് ജനങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഇതിനെ നോക്കിക്കാണുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ 79ാമത് ബജറ്റാണിത് എന്നതിനൊപ്പം തന്നെ ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് നേതാവാണ് വി ഡി സതീശൻ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകളായിട്ടുള്ള നികുതിയേതര വരുമാനങ്ങൾക്കൊപ്പം കേന്ദ്രവിഹിതവും ഗ്രാൻറ്റുകളും കൃത്യമായി നേടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ ബജറ്റിൽ വ്യക്തമാക്കിയേക്കും. എന്നാൽ പെട്രോൾ, ഡീസൽ, മദ്യം, ഭൂനികുതി, വൈദ്യുതി ചാർജ് എന്നിവ നിലവിൽ തന്നെ ജനങ്ങൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായതിനാൽ തന്നെ പുതിയ നികുതി വർധനവിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ വൻകിട ചെറുകിട മേഖലകളിലെ GST വെട്ടിപ്പ് തടയുക, ഭൂനികുതിയും ഫീസുകളും ഫൈനുകളും കൃത്യമായിട്ട് പിരിച്ചെടുക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ വരുമാനം കൂട്ടാനാകും സർക്കാർ ശ്രമിക്കുക. ജനങ്ങൾക്ക് മേൽ വലിയ അധിക ഭാരം അടിച്ചേൽപ്പിക്കാത്ത പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതിനാൽ തന്നെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. അതേസമയം തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങളായിട്ടുള്ള ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കൽ, അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, ആശാ വർക്കർമാരുടെ ബാക്കി ധനസഹായം, സംരംഭകർക്കുള്ള പലിശരഹിത വായ്പ, ജീവനക്കാരുടെ DA കുടിശ്ശികയും ശമ്പള വർധനവും തുടങ്ങിയവയൊക്കെ ബജറ്റിൽ ഇടം പിടിക്കുമോ എന്ന് കണ്ടറിയണം. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ നയങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കൽ, 5 വർഷത്തെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുക തുടങ്ങിയ കടുത്ത തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ട്. മുൻപ് AK ആന്റണി മുന്നോട്ട് വെച്ച മുണ്ടുമുറുക്കി ഉടുക്കൽ നയം ഈ സർക്കാരിനും ഒരുപക്ഷെ പിന്തുടരേണ്ടി വന്നേക്കാം. ട്രഷറിയിൽ പണമില്ലെന്ന UDFൻ്റെ മുൻ പ്രചരണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ധവളപത്രമെന്നും ഈ സാമ്പത്തിക മെച്ചമുള്ളതുകൊണ്ടാണ് ക്ഷേമ പെൻഷന് 1070 കോടി രൂപ അനുവദിച്ചതും അതുപോലെ തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയതെന്നുമാണ് പ്രതിപക്ഷ വിലയിരുത്തൽ. ഒപ്പം തീരദേശ ആരോഗ്യ മേഖലകളിലൊക്കെ തന്നെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനായിട്ടുള്ള സൂചനകൾ സർക്കാർ ധവളപത്രത്തിൽ നൽകിയിട്ടുള്ളതും കിഫ്ബിയോടുള്ള UDFൻ്റെ എതിർപ്പ് തുടരുന്നതിനാൽ തന്നെ വൻകിട പദ്ധതികളുടെയൊക്കെ തന്നെ ഭാവി എന്താകുമെന്ന ആശങ്കയും രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ തന്നെ ഇപ്പോൾ സജീവമാണ്. എങ്കിലും സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ തൊഴിലിനും പെൻഷനും പ്രാധാന്യം നൽകുന്ന ശുഭപ്രതീക്ഷയോടെയുള്ള ഒരു ബജറ്റായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് സമർപ്പിക്കുക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിൻ്റെ വിതരണം നാളെ ജൂൺ 20-ാം തീയതി ശനിയാഴ്ച നടക്കും. അന്ന് ഉച്ചകഴിഞ്ഞ് 3:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ആ വേളയിൽ ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയായിരിക്കും ധനസഹായ വിതരണത്തിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നത്. നിലവിൽ കർഷക ID അഥവാ ഫാർമർ ID എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ കർഷക ID എടുത്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ അതിനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത്തവണ കർഷക IDയുടെ കാര്യത്തിൽ ചില ഇളവുകൾ ഉണ്ടായിരിക്കും. കാരണം അപേക്ഷ സമർപ്പിച്ച പല കർഷകരുടെയും IDകൾക്ക് ഇതുവരെ അംഗീകാരം ലഭിക്കാത്തതിനാൽ തന്നെ അവ ആക്റ്റീവായിട്ടില്ല. നിരവധി അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. കാരണം പരിശോധനകളെല്ലാം പൂർത്തിയായ ശേഷമേ അവർക്ക് കർഷക ID ജനറേറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ താൽക്കാലിക ഇളവുകളോടുകൂടി മുൻപ് ആനുകൂല്യം ലഭിച്ചിരുന്ന എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് മുടങ്ങാതെ തന്നെ ഈ ധനസഹായം എത്തിച്ചേരുന്നതാണ്. കർഷകർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക എന്നതാണ്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ധനസഹായം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ആധാറിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ വെബ്സൈറ്റിലെ നിശ്ചിത ഓപ്ഷനിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് സ്റ്റാറ്റസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ശമ്പള വരുമാനക്കാർക്ക് വലിയ ആശ്വാസമേകി എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO സേവനങ്ങൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ യുഗത്തിലേക്ക്. പുതുതായിട്ട് അവതരിപ്പിക്കുന്ന EPFO 3.0 ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നതോടുകൂടി ജീവനക്കാർക്ക് തങ്ങളുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് PF അത് പണം UPI ആപ്പുകൾ വഴിയും അതോടൊപ്പം തന്നെ EPF ലിങ്ക് ചെയ്ത ATMകൾ വഴിയുമൊക്കെ തന്നെ നേരിട്ട് പിൻവലിക്കാനായിട്ട് സാധിക്കും. ജൂൺ മാസം അവസാനത്തോടെ ഈ പുതിയ സൗകര്യം രാജ്യത്തെ ഔദ്യോഗികമായി തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നാണ് സൂചന. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനത്തിൻ്റെ സാങ്കേതിക പരീക്ഷണങ്ങളൊക്കെ ഇതിനോടകം തന്നെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്.
പുതിയ മാറ്റങ്ങൾ പ്രകാരം ജീവനക്കാർക്ക് അവരുടെ EPF ബാലൻസിൻ്റെ 75% വരെ UPI വഴിയോ UPI അധിഷ്ഠിത ATM വഴിയോ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉടനടി മാറ്റാൻ സാധിക്കും. നിലവിൽ PF തുക പിൻവലിക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ച് ദിവസങ്ങളോളം പ്രോസസ്സിങ്ങിനായിട്ട് കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥാനത്താണ് ഈ അത്യാധുനിക സേവനം ലഭ്യമാകുന്നത്. ഇത് കനത്ത പേപ്പർ ജോലികളും അതോടൊപ്പം തന്നെ അനാവശ്യ കാലതാമസവും ഒഴിവാക്കുമെന്നും പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ വിരമിക്കൽ സമ്പാദ്യത്തിൻ്റെയൊക്കെ തന്നെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള തട്ടിപ്പ് വിരുദ്ധ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിനായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ടെന്ന് നിയമവിദഗ്ധർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ തന്നെ വായ്പ എടുത്തുകൊണ്ട് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസ പദ്ധതിയുമായിട്ട് സർക്കാർ. ആശ്വാസ് 2026 പദ്ധതിയിലൂടെ ഒറ്റത്തവണയായിട്ട് വായ്പകൾ തീർപ്പാക്കാവുന്നതാണ്. വായ്പ കുടിശ്ശിക ഒഴിവാക്കുക, കൂടുതൽ തിരിച്ചടവ് ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ജൂൺ 1 മുതൽ ആരംഭിച്ച 100 ദിന പരിപാടിയായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓഗസ്റ്റ് 31 വരെ വായ്പകൾ തിരിച്ചടയ്ക്കാവുന്നതാണ്. കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകൾക്കാണ് പ്രഥമ പരിഗണന. പദ്ധതി കാലയളവിൽ ജപ്തി ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കും. അർഹരായവർക്ക് പിഴപ്പലിശയും ഒഴിവാക്കി നൽകുന്നതാണ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്കും പലിശ ഇളവുണ്ട്. സ്വർണ്ണ വായ്പ, നിക്ഷേപ വായ്പ ഒഴികെയുള്ള എല്ലാ വായ്പകളും പദ്ധതിയിൽ പരിഗണിക്കും. 5 വർഷത്തിലേറെ കുടിശ്ശികയുള്ള 50,000 രൂപ വരെയുള്ള ചെറു വായ്പകൾക്ക് 50% പലിശ ഇളവ് നൽകുന്നതാണ്. തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാനായിട്ട് സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ ആനുകൂല്യ വിതരണത്തിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന സൂചന പുതിയ സംസ്ഥാന സർക്കാരിന് ലഭിച്ചതായിട്ടും ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ വന്നതായിട്ട് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇതേ തുടർന്ന് അനർഹമായിട്ട് ആരെങ്കിലുമൊക്കെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ എന്നറിയാനായിട്ട് ഈ പദ്ധതിയിൽ സമഗ്രമായിട്ടുള്ള ഓഡിറ്റ് പരിശോധന ഉണ്ടായേക്കുമെങ്കിലും പദ്ധതി നിർത്തലാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ തുടരുക തന്നെ ചെയ്യുമെന്നും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാനായിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. വീട്ടമ്മ പെൻഷൻ കൂടാതെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ആനുകൂല്യം അത് കഴിഞ്ഞ 2 മാസമായി കുടിശ്ശികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജൂൺ 19 തീയതി അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റ് ഈ പദ്ധതികളുടെ എല്ലാം തന്നെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമായി മാറും. ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയില്ലെങ്കിൽ ഈ പദ്ധതികളെല്ലാം മരവിച്ച അവസ്ഥയിലാകാനും സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ക്ഷേമ പെൻഷൻ തുക വർധനവുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 2,000 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. സർക്കാരിൻ്റെ 5 ഇന ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നത്. ഇത് സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള സൂചനകൾ ഇന്ന് ജൂൺ 19 തീയതിയിലെ ബജറ്റിൽ പുറത്തു വന്നേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതെ എല്ലാ മാസവും വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. തുക കൃത്യസമയത്ത് തന്നെ ജനങ്ങളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. ഈ രീതിയിൽ വിതരണം സുഗമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ പെൻഷൻ തുക വർധനവ് ഏത് രീതിയിൽ നടപ്പിലാക്കണം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും ഇന്ന് ഉണ്ടായേക്കും. തുക പടിപടിയായിട്ട് ഉയർത്തുകയാണോ വേണ്ടത്, അതോ ഒറ്റയടിക്ക് തന്നെ അടിസ്ഥാന പെൻഷൻ 3,000 രൂപയായിട്ട് നിശ്ചയിക്കുകയാണോ ചെയ്യേണ്ടത് എന്നതുൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നത്തെ ബജറ്റിൽ വളരെ കൃത്യമായിട്ടുള്ള വ്യക്തത ഉണ്ടായേക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2 ദിവസം കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഇന്നലെ മാറ്റമില്ല. പവന് 1,10,500 രൂപയ്ക്ക് മുകളിലായിരുന്നു ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത്. 2026 ജൂൺ 18 തീയതി വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,850 രൂപയും പവന് 1,10,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.